ക്രൈസ്തവ ഭവനങ്ങളിൽ വലിയ നോയമ്പിന് തുടക്കമായി. വിഭൂതി തിങ്കളാചരണം നടന്നു. ദേവാലയങ്ങളിൽ വൈദികരുടെ നേതൃത്വത്തിൽ പ്രത്യേകം പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. ക്രൈസ്തവ വിശ്വാസികൾ ഈ ദിനത്തിൽ ദേവാലയങ്ങളിലെത്തി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് കുരിശ് വരയ്ക്കുന്നു. നോമ്പുകാലത്തിന്റെ ആദ്യ ഞായറിന് പിറ്റേ ദിവസമാണ് സീറോ മലബാർ, സീറോ മലങ്കര സഭ അടക്കമുള്ള പൗരസ്ത്യ സഭകൾ വിഭൂതി ആചരിക്കുന്നത്. ഈസ്റ്റർ ഞായറിന് 46 ദിവസങ്ങൾ മുൻപ് വരുന്ന ബുധനാഴ്ചയാണ് റോമൻ സഭ വിഭൂതി ആഘോഷിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവർ 50 നോയമ്പ് എന്നാണ് വലിയ നോയമ്പിനെ വിളിക്കുന്നത്. വിഭൂതി തിരുനാളിന് മുമ്പുള്ള ഞായറാഴ്ച വലിയ നോമ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. അന്നു മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ 50 ആയതിനാലാണ് കേരള കത്തോലിക്കർ 50 ദിവസത്തെ നോമ്പുണ്ടായത്. ക്രിസ്തുവിന്റെ ജീവിതം, ത്യാഗം, പുനരുത്ഥാനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സമാനമായ ഉപവാസത്തിനായി ഓരോ വർഷവും ഒരു കാലയളവ് നീക്കിവയ്ക്കുവാൻ നോമ്പുകാലം ക്രിസ്ത്യാനികളോട് ആവശ്യപ്പെടുന്നു. ത്യാഗപൂർണമായ ജീവിതവും മത്സ്യമാംസങ്ങൾ അടക്കമുള്ള ഭക്ഷണം ഉപേക്ഷിച്ചും ആഘോഷങ്ങൾ ഒഴിവാക്കിയും ക്രൈസ്തവർ ഇക്കാലയളവിൽ പുണ്യം തേടുന്നു. പ്രാർത്ഥനയും ഉപവാസവും വഴി യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസത്തിന് തയ്യാറെടുക്കുന്നതിനും മാമോദീസയിൽ നടത്തിയ വാഗ്ദാനങ്ങൾ ഏറ്റുപറയുന്നതിനുമായി അനുഷ്ഠാനം എന്നതിലുപരി ആധ്യാത്മികമായ വലിയൊരു ഉണർവ് കൂടിയാണ് വിഭൂതി തിങ്കൾ പ്രദാനം ചെയ്യുന്നത്. പാലാ കത്തീഡ്രൽ പള്ളിയിൽ നടന്ന വിഭൂതി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നേതൃത്വം നൽകി. പാല ലാലം പഴയ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് തടത്തിൽ നേതൃത്വം നൽകി. ധാരാളം വിശ്വാസികൾ വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല.